ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇനി വരാനിരിക്കുന്ന നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് തലയണ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു തലയണ മന്ത്രമില്ല നമ്മുടെ ദേവിക്ക്. അങ്ങനെ ആനന്ദിനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആനന്ദിന്റെ മനസ്സ് നിറയെ കുശുമ്പ് കുത്തിവെക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു കുശുമ്പ് കുത്തിവെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആനന്ദിന് അങ്ങനെ വല്ലാത്തൊരു മനസ്സൊന്നും അല്ല. ഈ കുത്തിവെക്കുമ്പോ തന്നെ പെട്ടെന്ന് കയറി ഞരമ്പിലേക്ക് കൊളുത്താൻ വേണ്ടി. അതുകൊണ്ട് ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ നമ്മുടെ ആനന്ദ് എല്ലാം ഇട്ട് കളയുന്നുണ്ട്. ഇനി അറിയില്ല, ഇനി എപ്പോഴേലും ഇത് കേട്ടി തലയിൽ വെച്ചിട്ട് ഇനിയിപ്പോ സഹോദരങ്ങളോടും അച്ഛനോടും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ദേവി പഠിച്ച പണി 18 നോക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ ഒന്ന് വിരിയിപ്പിക്കണം. അതാണ് നമ്മുടെ ദേവിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ദേവി ലാസ്റ്റ് ഹണിമൂണിന്റെ കാര്യമൊക്കെ എടുത്തിട്ടു. ഹണിമൂണിന് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, അത് വേറെ കാര്യം. അവർക്ക് ഹണിമൂണിന് വേണമെങ്കിൽ പോകായിരുന്നു. നമ്മുടെ ആനന്ദ് ഇങ്ങനെ സാമട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് സത്യത്തിൽ ദേവിയുടെ ഹണിമൂണും മുടങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു മനസ്സിൽ കിടന്നൊരു വീർപ്പുമുട്ടലായിട്ട് ബാക്കിയുള്ളവരോടെല്ലാം ദേഷ്യമാണ് നമ്മുടെ ദേവിക്കുള്ളത്. ദേഷ്യമാണോ ഇനിയിപ്പം അവിടെ എല്ലാവരെക്കാളും കൂടുതൽ ഒരു സ്ഥാനം കിട്ടാനാണോ, ബാലച്ചൻ കൂടുതൽ സ്നേഹിക്കാനാണോ, പരിഗണന കിട്ടാനാണോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് ഈ തള്ളയും തന്തയും പറഞ്ഞിട്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഥുനെ കാണാനില്ല. അത് തന്നെയാണ് പ്രധാന വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അലോഹ് മിഥുന്റെ കൂട്ടുകാരനെ കണ്ടു. എടാ, മിഥുന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അവൻ എന്തു പറ്റി, അവനെ കാണുന്നില്ലല്ലോ, ഇനിയിപ്പോ ആ പെണ്ണുമായിട്ട് അവൻ ഓടിപ്പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല, അവനിപ്പം വിളിച്ചിട്ട് എടുക്കുന്നില്ല, അവൻ മിസ്സിങ് ആണെന്ന് തന്നെയാണ് കൂട്ടുകാരൻ പറയുന്നത്. എന്തോ ദുരൂഹത ഉണ്ടടാ എന്നൊക്കെ നമ്മുടെ അലോഹിനോട് പറയുന്നുണ്ട്. അപ്പൊ അലോഹ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇതിനെ വിളിച്ചു നോക്കിയപ്പോൾ ഫോണൊക്കെ ഓഫാണ്. ഈ സമയം നമ്മുടെ അലോഹ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം അലോഹിന് ഭയങ്കരമായിട്ടൊരു ടെൻഷനും ഒക്കെ. അപ്പൊ അലോഹിന്റെ അമ്മ ഒന്ന് വന്ന് ചോദിച്ചു, എന്നാടാ നിനക്ക് പറ്റി, നീ നിന്റെ കൂട്ടുകാരനെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ട് എന്തായി, ഇതിന്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ എന്താകാനാ, അവനെ കാണുന്നില്ല, അവൻ മിസ്സിംഗ് ആണ്, അവൻ എവിടെ പോയെന്ന് അറിയില്ല. അവൻ എന്നെ ലാസ്റ്റ് ദിവസം വിളിച്ചത് ഇന്നലെയാ. അവൻ ഇന്നലെ വിളിച്ചിട്ട് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവനെ കാണുന്നില്ല, അവന്റെ ഫോണ് ഓഫാണ്. അവൻ എന്ത് പറ്റിയെന്ന് അറിയില്ല, എന്തോ ദുരൂഹതയുണ്ടെന്നാ കൂട്ടുകാരന്മാരൊക്കെ പറയുന്നത്. ഒരു കൂട്ടുകാരനെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു, എന്തോ പ്രശ്നമുണ്ട് എന്നിങ്ങനെ അലോഹ് പറഞ്ഞപ്പോഴത്തേക്കും നീ ഏതായാലും പ്രശ്നത്തിലൊന്നും ചെന്ന് ഇടപെടാൻ പോകണ്ട, കാരണം നിന്റെ കല്യാണം അടുത്തിരിക്കുക, അറിയാലോ അലോഹേ, ഇനി ഏതെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഈ കല്യാണം കൂടെ മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് കേടും ചീത്തപ്പേരൊക്കെ ആകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ പ്രശ്നങ്ങൾക്കിടയിലൊന്നും പോകണ്ട, അവൻ എവിടെയെങ്കിലും പോട്ടെ, നിനക്കെന്താ, അവന് നീയുമായിട്ടും ഒരു ബന്ധവും ഇല്ലല്ലോ, ഒരു പ്രശ്നവും ഇല്ലല്ലോ, പിന്നെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും അവനെ കൊണ്ട് കുറച്ച് ഉപകാരങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പോട്ടെ, ഏതായാലും അവനെ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അലോഹ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അലോഹിന് അറിയില്ല കേട്ടോ സത്യത്തില് എന്താ സംഭവിച്ചതെന്നൊന്നും. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ആകാശിനെ കാണിക്കുന്നുണ്ട്, മീനാക്ഷിനെ കാണിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ അമ്മയും അച്ഛനും ഉണ്ട്, അവര് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം വെറുതെ ആദ്യമായിട്ട് ആ ഒരു കാറിലെ റൈഡിനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, മോനെ എങ്ങനെയുണ്ട് കാറ്, യാത്രാസുഖമൊക്കെ ഉണ്ടോ? പിന്നെ അടിപൊളിയാച്ചാ, യാത്രാസുഖം ഉണ്ടോന്നോ, സത്യത്തില് സ്വന്തമായിട്ടുള്ള ഒരു കാറിൽ ഇങ്ങനെയൊന്നും പോയിട്ടില്ല. പിന്നെ വീട്ടില് കാറും ഇല്ല, ബൈക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാ നമ്മുടെ കയ്യിൽ കിട്ടിയ സ്വന്തമായിട്ടൊരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഏതായാലും ഇതെനിക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ ഭാഗ്യല്ലേ മോനെ പോലൊരു പയ്യനെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. അതിന് ഞങ്ങൾ ബാലനോട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. കാരണം ബാലൻ കാരണമാണല്ലോ ഇങ്ങനൊരു അതായത് നീ ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. നിന്റെ അച്ഛൻ ബാലനാണല്ലോ, അതിന്റെ കടപ്പാട് ഞങ്ങൾക്ക് ബാലനോടുണ്ട്. പിന്നെ ബാലനോട് ഞങ്ങൾക്ക് എതിർപ്പായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ബാലന് മക്കളെ ഫ്രീ ആയിട്ട് വിടുന്നില്ല, അത് തന്നെയാണ് എനിക്ക് എതിർപ്പായ കാര്യങ്ങൾ. ഇനിയിപ്പം മോനൊരു കാര്യം ചെയ്യണം, ഡ്രൈവിംഗ് പഠിക്കണം. ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഈ വണ്ടിയും കൊണ്ട് മോനും മോളും ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരണം, അതാ ചെയ്യേണ്ടത്. അതും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനം ആയില്ലോ എനിക്ക്. ഇനിയിപ്പോ എൻ്റെ മോള് സേഫായ കൈകളിലാണല്ലോ എത്തിച്ചേർന്നിരിക്കുന്നത്. നിന്നെപ്പോലൊരു പയ്യനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് പറയാൻ കാരണങ്ങൾ ഇതൊക്കെയാന്ന് പറയാ. അപ്പൊ ഇതൊക്കെ ആകാശിന് കേട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞ ആകാശിന് ഒത്തിരി സന്തോഷം തോന്നുക. വീട്ടിൽ കിട്ടാത്തൊരു പരിഗണന വേറൊരു സ്ഥലത്ത് കിട്ടുമ്പോൾ സത്യമായിട്ട് നമ്മുടെ മനസ്സൊക്കെ മാറിപ്പോകും. നമ്മുടെ ആകാശിനെ സത്യത്തിൽ തഴഞ്ഞിട്ടേക്ക് തന്നെയാണ് ബാലന്. തഴഞ്ഞിടുക എന്ന് പറഞ്ഞാല്
എന്താ പറയുക, ഒരു സ്ഥാനം കൊടുക്കുകയോ ഒരു പരിഗണന കൊടുക്കുകയോ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എപ്പോഴും ആ ഒരു ഗോമതി സ്റ്റോഴ്സിനകത്ത് കിടന്ന് ആ ഒരു 4 ചുറ്റുമൊക്കെ കിടന്ന് ഉള്ള ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നും. ആകാശനെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മീനാക്ഷി ബുദ്ധിമതിയാ. മീനാക്ഷിക്ക് അറിയാം ഇതൊന്നും ബാലന് ഇഷ്ടപ്പെടില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബാലന് ഇഷ്ടപ്പെടില്ലല്ലോ, ബാലച്ചന് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാർ ഇപ്പം തൽക്കാലം ഇവിടെ കിടക്കട്ടെ, കാറ് കൊണ്ടുപോകണ്ട എന്നൊരു തീരുമാനമാണ് നമ്മുടെ മീനാക്ഷി എടുക്കുന്നത്. കാരണം ഇത് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പം ഒരു എന്താ പറയാ, ഒരു ഈഗോയൊക്കെ കയറി വരും. ഈഗോയോ കോംപ്ലക്സോ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കയറി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, ഉചിതമായ തീരുമാനം കേട്ടോ മീനാക്ഷിയുടെ. മീനാക്ഷിനെ കുറ്റം പറയാനും പറ്റത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പം അവിടുത്തെ അവസ്ഥ ദയനീയമാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ദേവി ആണെങ്കിൽ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി ആകാശിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ദേവിയുടെ അമ്മ, എങ്ങനെയായി മോളെ കാര്യങ്ങളൊക്കെ? ആകാശ് ഇപ്പോഴും അവളുടെ വീട്ടിൽ തന്നെയാണോ ഉള്ളത്? നോക്കിക്കോ, അവൻ ഇനി അവിടെ സ്ഥിര താമസമാക്കും. അല്ലെങ്കിലും ആക്കണം മോളെ, ആക്കണം. അങ്ങനെ ആക്കി കഴിഞ്ഞാലേ നമുക്കൊരിതുള്ളൂ. കാരണം എന്താണോന്നറിയാമോ? ഏറ്റവും ലാസ്റ്റ് മോളും ആനന്ദും തന്നെയായിരിക്കണം ആ വീട്ടില്. എല്ലാം മോളുടെ കൈക്കീഴിൽ വരണം, കാൽക്കീഴിൽ വരണം. അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് ആകാശ് പോവുകയാണെ പോട്ടെ, മീനാക്ഷി പോവുകയാണെ പോട്ടെ. പിന്നെ മോളെ ഇടയ്ക്ക് ഇച്ചിരി കുത്തും നുറുങ്ങുമൊക്കെ വെച്ച് ഇച്ചിരി എരിവൊക്കെ കയറ്റി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ദേവി പറയുന്നുണ്ട്, പരമാവധി ഞാൻ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും അനങ്ങുന്നില്ല അമ്മേ. എന്ത് ചെയ്യാൻ? അവിടെ ഉള്ളവർക്ക് ആർക്കും ഇതൊന്നും പറഞ്ഞിട്ട് തലയിൽ കയറുന്നില്ല. പറഞ്ഞ് എൻ്റെ വായിലും വെള്ളം വറ്റിക്കല്ലാതെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ആനന്ദേട്ടനോടോ ഞാനാണ് ഇപ്പൊ ചോറും കൊണ്ട് കൊടുത്തിട്ടുള്ള കുറ്റങ്ങളെല്ലാം പറഞ്ഞിട്ടാ വന്നത്. എന്നിട്ടോ ആനന്ദേട്ടൻ എല്ലാം കേട്ടിരിക്കുക എന്നുള്ളതല്ലാതെ തിരിച്ചൊരു മറുപടിയും പറയുന്നില്ല. പിന്നെ മറുപടി പറയുന്നുണ്ട്, എല്ലാം എനിക്ക് തോന്നുന്നതാണെന്ന്. എന്ത് ചെയ്യാനാ? ഏതായാലും ഈ CID ദേവിയുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല, ഗുരുവായൂരിൽ നടന്ന സംഭവം എന്താണെന്നൊക്കെ മോക്ക് പിടികിട്ടിയോ? അതങ്ങ് പൂർണ്ണമായിട്ടൊന്നും പിടികിട്ടിയിട്ടില്ല. പക്ഷേ ഈ ദേവീനെ അമ്മയ്ക്ക് അറിയാലോ. ഈ ദേവി CID ദേവി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുരുമ്പിൽ വരെ മറിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടുപിടിക്കും. അത് ഉറപ്പായിട്ടും ഷുഗറായിട്ട് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറയാം. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ആരാ ദേവിയുടെ അമ്മ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആര്യനും മിത്രയ്ക്കും എന്തോ ഒളിച്ചുകളി ഉണ്ട് എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനെയും മിത്രേനും തന്നെയാണ് കേട്ടോ. അപ്പൊ ആര്യനും മിത്രയ്ക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളും ഉറക്കമില്ലാത്ത പകലുകളും ഒക്കെ തന്നെയാണ്. അങ്ങനെ ആര്യൻ വെളിയിലൊക്കെ പോകുന്നുണ്ട്. മിത്രയാണെങ്കിൽ ആ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയോ ആലോചിച്ചും ചിന്തിച്ചും പിറക്കിയൊക്കെ ഇരിക്കാം. ഇടയ്ക്ക് ഗോമതി വന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ മിത്രയ്ക്കാണെങ്കിൽ ഇടയ്ക്ക് വിറയിലും പനിയും ഒക്കെ വരുന്നുണ്ട്. ഈ ടെൻഷൻ അടിക്കുമ്പോൾ പെട്ടെന്ന് മിത്രയ്ക്ക് ശാരീരികമായും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ. അങ്ങനെ നമ്മുടെ ആര്യം വന്ന് പറയുന്നുണ്ട്, മിത്ര നീ വെറുതെ കുരുക്കുണ്ടാക്കി വെക്കരുത്. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇന്ന് വല്ലവും വരുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആര്യ, എന്തിയെ മിഥുൻ എവിടെയാ? അവൻ എന്താ സംഭവിച്ചത്? അവൻ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആര്യം പറഞ്ഞ, അവൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയാമോ? അവന്റെ കാര്യം അവനല്ലേ അറിയത്തുള്ളൂ. അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും എനിക്കറിയില്ല. നീ ഒരു കാര്യം ഓർത്തോണം, അവനെ അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ആക്കിയില്ലായിരുന്നുവെങ്കിൽ, അവനെ ഇവിടെ ഞാൻ ഫൈറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേനെ. അതായിരുന്നു നിനക്ക് വേണ്ടത്. അല്ല, എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. എന്തോ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. തൊണ്ടേന്ന് ഒരു തുള്ളി വെള്ളം ഇറങ്ങുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. മിത്ര, ഞാൻ പറഞ്ഞല്ലോ എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നീ ആരുടെയും മുമ്പിൽ പതറരുത്. നമ്മുടെ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ട് ദേവി ഇത് ഞാൻ പറയാ, നമ്മളായിട്ട് നിൽക്കണം. പഴയ ആര്യയും പഴയ മിത്രയും അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മിത്രനെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. നാളെ രാവിലെ നമ്മൾ വിശേഷം ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ നിങ്ങൾക്ക് രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂ എന്ന ചാനലിൽ വിശേഷങ്ങൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്നും ഉച്ചയ്ക്ക് ഒരു 3 മണിയോട് കൂടിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് പറഞ്ഞൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. എങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.